ഇനി എൻ്റെ ജീവിതം മുഴുവൻ എനിക്ക് ജനിക്കാൻ പോണ എൻ്റെ മോളോട് കൂടെയാണ് എന്ന് പറയും, അവൾക്ക് വേണ്ടിയാണ്. ഇതാണ് ജീവിതത്തിൽ സ്ട്രൈക്ക് ചെയ്ത പ്രധാനപ്പെട്ട ഒരു സംഗതി. അപ്പോൾ ഞാൻ ചോദിച്ചു, എങ്ങനെ മോളെന്ന് മനസ്സിലായി? ഇല്ല, എന്തത് മോൾ തന്നെയാണെന്ന് പറഞ്ഞു. ഒരു വല്ലാത്തൊരു സാധനമായി. അങ്ങനെ പിറ്റേ ദിവസം അങ്ങനെ അന്ന് പിന്നെ ഈ പുലർച്ചെ ആകുമ്പോഴേക്ക് ഇവൾ പ്രസവിച്ചു. അവൾ പറഞ്ഞ പോലെ തന്നെ മോളായിരുന്നു. അപ്പോൾ അവളുടെ ആ പ്രോസസ്സൊക്കെ കഴിഞ്ഞ് 5 മണിക്ക് ഞാൻ തിരിച്ചു പോയി. കാലത്ത് 8 മണിക്ക് എനിക്ക് വീണ്ടും ജോയിൻ ചെയ്യണം. ഞാൻ റീജോയിൻ ചെയ്തു. രാവിലെ ഉറക്കൊക്കെ അങ്ങനെ അങ്ങോട്ട് നിർത്തി പിറ്റേന്ന് രാവിലത്തെ ഡ്യൂട്ടിയിലേക്ക് ഞാൻ കയറി. അനിതയുടെ പിന്നാലെയായി. അടുത്ത പ്രശ്നം ഇവളുടെ ബാക്കി പ്രോസസ്സൊക്കെ കഴിഞ്ഞപ്പോഴാണ് അടുത്ത വിഷയമുള്ളത്. ഇവൾ പറഞ്ഞു, ഒരു നിലക്ക് എനിക്ക് തിരിച്ച് വീട്ടിൽ പോകാൻ കഴിയില്ല, എനിക്ക് പോകാനാവില്ല. കാരണം ഞാൻ പോയാൽ ചേച്ചിയുടെ ജീവിതം മുടങ്ങും, ചേച്ചിയുടെ ജീവിതം മുടങ്ങിയാൽ എൻ്റെ അച്ഛനമ്മയുടെ ജീവിതം മുടങ്ങും, എനിക്ക് ഇവളെ കൊണ്ട് ജീവിക്കണം എന്ന് പറഞ്ഞു. എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചു. അങ്ങനെ പിറ്റേ ദിവസം മുതൽ ഡ്യൂട്ടി കഴിയുന്നതിനിടയിൽ ഞാൻ അന്ന് എൻ്റെ പ്രായം ഊഹിക്കാമല്ലോ, അന്ന് അന്വേഷിച്ചു കേരളത്തിൽ എവിടെയാണ് കേന്ദ്രം. ഇത്തരത്തിൽ അഗതികളായ അല്ലെങ്കിൽ ഏതോ അർത്ഥത്തിൽ മാറി നിൽക്കേണ്ടി വരുന്ന പ്രയാസം അനുഭവിക്കുന്ന മനുഷ്യർക്ക് താമസിപ്പിക്കാനുള്ള കേന്ദ്രം എവിടെ. എനിക്കറിയാവുന്ന അന്നത്തെ ഒരു സംഗതി വെച്ച് കോഴിക്കോട് അന്ന് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ സംഘടനകളുടെ ഓഫീസിലും ഇവളെ ഡിസ്ചാർജ് ചെയ്യുന്നതിനിടയിൽ ഞാൻ കയറി ഇറങ്ങി. ആരോ പറഞ്ഞു തൃശ്ശൂർ ഒരു തങ്കച്ചനുണ്ട് പറഞ്ഞു. അങ്ങനെ തങ്കച്ചനെ തേടി ബസ് പോയി, അവിടെ പോയി ഒരു ദിവസം അങ്ങനെ അങ്ങോട്ട് കറങ്ങി. അപ്പോഴേക്കൊരു ദിവസം 2-3 കഴിഞ്ഞ് ഇവളെ ഡിസ്ചാർജ് ചെയ്യേണ്ട സമയമായി. മോളുടെ HIV ടെസ്റ്റ് ചെയ്ത് മോള് നെഗറ്റീവ്. അവൾ ഭയങ്കരമായിട്ട് സന്തോഷിച്ചു, ഒരു രക്ഷയില്ലാണ്ട് സന്തോഷിച്ചു. അപ്പോൾ തങ്കച്ചൻ്റെ സ്ഥലമില്ല. വീണ്ടും കണ്ണൂർ ചൊവ്വയിൽ, ഞാൻ കണ്ണൂരായിരുന്നു, അവിടെ എത്തി. അവിടെ 2 സ്ഥാപനമുണ്ട്. അവിടെയും കയറി HIV-കാരൻ മാത്രം. അവിടേക്കുള്ള പ്രശ്നം വളരെ നന്നായിട്ട് അവർ മാനേജ് ചെയ്യുന്ന സ്ഥാപനങ്ങൾ. 20 ആൾക്കുള്ള സൗകര്യമാണെങ്കിൽ 40 പേര് അവിടെ ഉണ്ടാവും. ഒരു രക്ഷയിലെടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവസാനം ഒരു സംഗതിയും ഇല്ലാതെ 4-ാം ദിവസം ഇവളോട് പറഞ്ഞു, നീ അടുത്ത റിവ്യൂവിന് വരുമ്പോഴേക്കും ഞാൻ എന്തായാലും ഒരു സ്ഥാപനം കണ്ടുവെക്കും, നീ ഇപ്പം ഡിസ്ചാർജ് ചെയ്ത് പോവാന്നൊക്കെ പറഞ്ഞ് അവളെ പറഞ്ഞു വിട്ടു. അപ്പോൾ ഈ കുഞ്ഞ് നെഗറ്റീവാണല്ലോ. ഇവൾ 2 ആഴ്ച കഴിഞ്ഞ് വീണ്ടും വരണം, ഒരു ടെസ്റ്റ് കൂടിയുണ്ട്. ഞാൻ ഹോസ്റ്റലിലെത്തി. അന്ന് നമുക്കൊക്കെ ഓർമ്മയുണ്ടാകുന്നൊരു കാർഡുണ്ടല്ലോ, ഒരു മഞ്ഞ കാർഡ്. ഹോസ്റ്റലിൽ എൻ്റെ പേരിൽ ഒരു 10 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഒരു കാർഡ് വന്നു. ആ കാർഡിലുള്ള ഫ്രം അഡ്രസ്സ് ഇല്ല. അനിത എഴുതിയ ഒരു സംഗതിയാണ്. എൻ്റെ പേരുണ്ട്, ഹൗസ് ഏജൻസി കോട്ടേഴ്സാണ്, കാലിക്കറ്റ് മെഡിക്കൽ, ഇത്ര മാത്രമാണ് അതിലുള്ളത്. അതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ കിട്ടിയത്. അതിലെഴുതി ഇവിടുന്ന് പോയി. 4-ാം ദിവസം ഇവൾ പോയി. പ്രസവം കഴിഞ്ഞിട്ട് 10-ാം ദിവസം ആയപ്പോഴേക്ക് കുഞ്ഞിനൊരു പിന്നെ വയറിളക്കം പിടിപെട്ടു. അടുത്തുള്ള ആശുപത്രിയിൽ കാണിച്ചു. ഒന്നും ഉണ്ടായില്ല, പ്രയാസമൊന്നും ഉണ്ടായില്ല. പിറ്റേ ദിവസം രാവിലെ ഈ കുഞ്ഞ് ഉറങ്ങി എഴുന്നേറ്റില്ല, മോള് മരിച്ചു. ഇത്ര മാത്രമാണ്. അപ്പോൾ അതിൻ്റെ താഴെ ഒന്നുമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ കാർഡും പിടിച്ച് കുറേ നേരം ഞാൻ അന്തിച്ച് നിന്നു. എനിക്കൊന്ന് അവിടം വരെ പോയി അനിതയുടെ വീട്ടിൽ പോകണം. അനിതൻ്റെ അഡ്രസ്സില്ല. അനിത തിരിച്ചു വരും, അപ്പോഴേക്കും ഞാനൊരു ഓപ്ഷൻ കൊടുക്കും എന്ന് പറഞ്ഞു പോയതാണല്ലോ. ഇനി ഞാനവിടെ പോയിട്ട് എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും മോക്ക് വേണ്ടി ജീവിക്കാൻ തീരുമാനിച്ച അനിത എന്താവും എന്നുള്ളതിനെക്കുറിച്ചും എനിക്കറിഞ്ഞില്ല. ഇതാണ് ജീവിതത്തിൽ സ്ട്രൈക്ക് ചെയ്ത പ്രധാനപ്പെട്ട ഒരു സംഗതി.